എല്ലാവർക്കും അടുത്തൊരു പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. നമ്മള് ലിവർപൂൾ ഫാൻസ് എന്ന് പറയുമ്പോൾ ലിവർപൂൾ എന്ന ക്ലബിന്റെ ഒരു ഐഡന്റിറ്റിയുടെ ഭാഗമാണ് യൂറോപ്യൻ നൈറ്റ്സ് അറ്റ് ആൻഫീൽഡ് എന്ന് പറയുന്നത്. PSV മോശം ടീമൊന്നല്ല, എന്നാ അത്ര വലിയ ടീമും അല്ല. 1-4 ആൻഫീൽഡിൽ തോറ്റു, അടുപ്പിച്ച് പ്രീമിയർ ലീഗിൽ തോറ്റ ശേഷം ചാമ്പ്യൻസ് ലീഗിലും തോറ്റു. മാനേജറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഫാൻസ് ഉണ്ട് ഇപ്പോഴും. പക്ഷെ ഓൺലൈൻ മീഡിയയിൽ അറ്റ്ലീസ്റ്റ് മാനേജറിനോടുള്ള സമീപനം മാറിയിരിക്കുന്നു. ഒരു 6 മാസം മുന്നേ നമ്മളോട് പറയാണ്, അതായത് ലിവർപൂൾ മാനേജേഴ്സ് ജോബ് വിൽ ബി അറ്റ് റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫാൻസും അല്ല, റൈവൽ ഫാൻസും അല്ല, ഈവൻ ഫുട്ബോൾ ഫാൻസ് ആരാണെങ്കിലും നമ്മളെ കളിയാക്കി ചിരിച്ചേനെ. സച്ചൊരു അൺപ്രസിഡന്റഡ് ആയ സിറ്റുവേഷൻ ആണ്. മാച്ചിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യണമെങ്കിൽ എന്താണ് മാച്ചിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമുണ്ടോന്നാണ് ഞാൻ ചോദിക്കുന്നത്. പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നമ്മളിപ്പോ രാവിലെ എണീക്കുന്നു, കളിക്കാൻ പോകുന്നു, രാവിലെ എണീക്കുന്നു, ബസ്സിൽ കയറുന്നു, അവിടെ സ്റ്റേഡിയത്തിലെത്തുന്നു, കളിക്കാൻ പോകുന്നു, പൊട്ടുന്നു, തിരിച്ചു വരുന്നു. ഇതിപ്പോ ഒരു പാറ്റേൺ ആണല്ലോ. പിന്നെ ചെറിയൊരു പ്രോഗ്രഷൻ ഉണ്ട്. ആദ്യത്തെ കുറച്ച് കളി നമ്മള് 1-2 പൊട്ടി. പിന്നെ കുറച്ച് പ്രോഗ്രസ് ആയി, 3 ഗോൾ വാങ്ങാൻ തുടങ്ങി. അടുപ്പിച്ച് 4 കളി അങ്ങനെ 3 ഗോൾ വാങ്ങി പൊട്ടിയപ്പോ ഇന്നലെ കുറച്ചുകൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് 4 ഗോളാക്കി. അതല്ലാണ്ട് മാച്ച് എന്നുള്ള പോലെ തന്നെ. ഇന്ന് ആക്ച്വലി ഗണേശന്റെ പിറന്നാളാണ്. അപ്പൊ പിറന്നാൾ ദിവസം കളി കണ്ട് ഗണേശൻ ഭ്രാന്തായിട്ട് ഇന്ന് വന്നില്ല. അപ്പൊ സ്വരൂപ് വന്നിട്ടുണ്ട്. സ്വരൂപിനാണെങ്കിൽ ജോലി തിരക്കൊക്കെ ഉള്ളതിന്റെ ഇടയിൽ കൂടെ വന്നിരിക്കുകയാണ്. കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആയി സ്വരൂപ് ഇന്നലെ കളി രസിച്ച് കണ്ടു എന്നാ തോന്നുന്നത്. എന്തെങ്കിലും പറയണ ഇതിനെ കുറിച്ച് എന്ത് പറയാനാണ്? നമുക്ക് സുദീപിലേക്ക് പോവാം. ക്യാപ്റ്റൻ തന്നെ ഫുട്ബോൾ കളിക്കണോ വോളിബോൾ കളിക്കണോ എന്താ പരിപാടി എന്ന് മനസ്സിലാവണില്ല. അയ്യോ, സുദീപ് എന്താ പറയുന്നത്? എന്താ എന്നെ ഇപ്പൊ ഗ്രൂപ്പുകളിലൊക്കെ ടോക്സിക് പോസിറ്റിവിറ്റി ആണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചോദിക്കുക. പക്ഷെ 4-1 തോറ്റു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇത് നമ്മൾ പറഞ്ഞതാണ് കഴിഞ്ഞത്. ഇത് അത്ര ഈസി ആയിട്ടുള്ളൊരു ഇതല്ല. നമ്മുടെ ട്രാൻസിഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അത്ര ഒരു കാഴ്ചക്ക് അത്ര രസമുള്ള കാര്യമോ അല്ലെങ്കിൽ ഫീലിങ്സ് അത്ര രസമുള്ള കാര്യമൊന്നും ആവില്ല. ഗോളുകളുടെ എണ്ണം കൂടി വരുന്നു എന്നുള്ള പ്രശ്നമുണ്ട്. 1-2 തോറ്റു വരുന്നു, പിന്നെ 1-3, 1-4, 4 ഗോൾ 3 ഗോളിന് തോക്കുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങള് ഭയങ്കരമായിട്ടുണ്ട്. അപ്പൊ അത് കാണുന്നത് ഈ പ്ലേയേഴ്സിന്റെ മെന്റാലിറ്റിയെ കുറിച്ച് കഴിഞ്ഞ ഇതില് ഡിസ്കസ് ചെയ്തിരുന്നു. ആ മെന്റാലിറ്റി അവിടെ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്. കളിക്കാരുടെ മെന്റാലിറ്റി എങ്ങനെയാണ്, സീനിയർ പ്ലേയേഴ്സിന്റെ മെന്റാലിറ്റി ആണ് അതിലും പ്രധാനം. സീനിയർ പ്ലേയേഴ്സിന്റെ ഇപ്പോ വാൻഡേക്കിന്റെ പറഞ്ഞു. വാൻഡേക്ക് ആണ് ആകെ നമുക്ക് പുറത്തു വന്ന് ഈ മാച്ചിനെ കുറിച്ച് പറഞ്ഞ ഒരാള്, ഒരു പ്ലെയർ. നമ്മുടെ പെർഫോമൻസ് പ്രശ്നമാണ്, നമ്മൾ അങ്ങനെയല്ല, അങ്ങനെ പറഞ്ഞ. എനിക്ക് തോന്നുന്നത് വാൻഡേക്ക് കുറച്ച് അധികം പ്രഷർ ആൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. കുറച്ചും കൂടി പ്ലേയേഴ്സിന് എല്ലാവർക്കും വേണ്ടി അല്ലെങ്കിൽ മാനേജർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാനോ ഒക്കെയുള്ള. അപ്പൊ മാത്രല്ല അത് അയാൾ തന്നെ ചെയ്യണം. വാൻഡേക്ക് തന്നെ അതിന് ഇറങ്ങി പുറപ്പെടണം എന്നുള്ള തോന്നൽ എനിക്ക് വന്നു. കാരണം ബാക്കിയുള്ളവരെ ട്രസ്റ്റ് ചെയ്യാണ്ടായി ടീമില്. ഡിഫൻസ് ലൈനിലെ ട്രസ്റ്റ് ചെയ്യാത്ത പ്രശ്നം. അതുകൊണ്ടായിരിക്കും ഹാൻഡ് ആയത്. അപ്പൊ എല്ലാ അഭിപ്രായം ഉണ്ടാവും എല്ലാവർക്കും. പക്ഷെ എനിക്ക് തോന്നുന്നത് ആള് അത് ഡീൽ ചെയ്തില്ലെങ്കിൽ വേറെ ആരും ഡീൽ ചെയ്യില്ല എന്നുള്ള ഒരു പ്രഷർ ആ ഒരു സിറ്റുവേഷൻ അങ്ങനെ ഫേസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് ഭയങ്കര ഒരു പ്രശ്നത്തിലേക്ക് പോണ. ആ ടീമിന്റെ കളിക്കാരെ ട്രസ്റ്റ് ചെയ്യാണ്ട് വരുന്ന. അപ്പോ എങ്ങനെയാ വാൻഡേക്ക് ഇത് പ്രോസസ് ചെയ്യാന്നുള്ളതാണ്. ഇത്ര എക്സ്പീരിയൻസ് ഉള്ള പ്ലെയർ ആണ്. ടീമിലെ ആൾക്കാരെ ട്രസ്റ്റ് ചെയ്യാൻ്റെ ഒരു ലീഡറായിട്ട് അങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റും. ടീമിനെ മൊത്തത്തില്
കൊണ്ട് അങ്ങനെ നടക്കുന്ന എല്ലാവരെയും ട്രസ്റ്റ് ചെയ്ത് പോകേണ്ട ഒരു ആളാണ് ക്യാപ്റ്റൻ. അപ്പോ അത് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ആ പ്ലേയേഴ്സിന്റെ ഒരു മെന്റാലിറ്റി കറക്റ്റ് ആക്കി കൊണ്ടുവന്ന് അതിലേക്ക് ട്രാൻസ്ലേറ്റ് കോച്ചിന് ഒരു പരിധി വരെ പറ്റുള്ളൂ. അത് ടീമിന്റെ നാഥനായിട്ടുള്ള എല്ലാ പ്ലേയേഴ്സിനായിട്ടും നല്ല ബന്ധമുള്ള വാൻഡേക്ക് വേണം അത് ഡീൽ ചെയ്യാൻ. അത് പറ്റാന്റെ വന്നു തുടങ്ങിയോ എന്നൊരു സംശയമുണ്ട്. വാൻഡേക്ക് മാത്രമല്ല, മുഹമ്മദ് സലാ ആൻഡ് വാൻഡേക്ക് ഇവര് ആ ഒരു ലീഡർഷിപ്പ് റോൾ എടുത്ത് ആ മെന്റാലിറ്റി ഫിക്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തേ പറ്റും. ഇല്ലെങ്കിൽ ഇതിങ്ങനെ ഒരു തുടർക്കഥയായിട്ട് വന്നുകൊണ്ടിരിക്കും. അല്ല, നമ്മുടെ ഇത് ആക്ച്വലി ഈ മാച്ച് അനാലിസിസ് കാണാനോ കേൾക്കാനോ എനിക്ക് തോന്നുന്നു നമ്മുടെ ഫാൻസിന് താല്പര്യം ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതിനെ കുറിച്ച് ഇനി ഡൈസെക്ട് ചെയ്ത് കളിച്ചില്ല, മറ്റേ സല കളിച്ചില്ല, എന്തുകൊണ്ട് ഗ്രാവൻബർച്ച് അപ്പുറത്ത് പോയി, എന്തുകൊണ്ട് കിയേസനെ കളിപ്പിക്കില്ല, എന്തുകൊണ്ട് നമ്മുടെ കിട്ടിക്ക് കളിപ്പിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് കുറച്ചും കൂടി ബ്രോഡർ ആയി, അതായത് ഇപ്പം ഗ്രൂപ്പ്സിൽ നടക്കുന്ന ഡിസ്കഷൻ ഒന്നും ശരിക്കും ഒരു ഇറ്റ്സ് എ സൈൻ ഓഫ് ഒരു ക്ലബ് മൊറാലാണ്. കാരണം എപ്പോഴാണോ 4ാമത്തെ ഗോൾ വീഴുന്നത് അവിടെ പല ഗ്രൂപ്പ്സിലും നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ചിരിക്കാൻ തുടങ്ങി. അതായത് 4ാമത്തെ ഗോള് കൺസീഡ് ചെയ്തപ്പോ ഒരു നിസ്സഹായമായ ചിരിയാണ് വരുന്നത്. പിന്നെ പ്രത്യേകിച്ച് സ്ലോട്ട് ഔട്ട് വിളിക്കുന്ന ആൾക്കാർക്ക് അതൊരു അതൊരു ഇറ്റ് സ്പീഡ്സ് അപ്പ് ദ ഇതില് ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ 4ാമത്തെ ഗോള് കണ്ടവരെ എത്ര പേരുണ്ടാവും അറിയില്ല. അല്ല, രാത്രി 1:30 കളി ഒരു 3 മണി നേരത്തൊക്കെ ഇരുന്ന് കാണുക, അതും ഇങ്ങനെ 3-1 തോറ്റേക്കുന്ന സമയത്ത് എത്ര പേര് കണ്ടിട്ടുണ്ടാവും? നമ്മള് കഷ്ടിച്ച് കണ്ട് തീർത്തു, വേറെ നിവൃത്തിയില്ലാത്തോണ്ട് കണ്ട് തീർത്തു. എത്ര പേര് അങ്ങനെ ക്ഷമിച്ചിരുന്നുണ്ടാവും? ഞാൻ പറയുന്നത് നമ്മള് ലെറ്റ് us actually address the elephant in the room, അല്ലേ? When something goes wrong like this at any institution, അത് ഫുട്ബോൾ ക്ലബ് ആവട്ടെ, ഒരു ബിസിനസ് ആവട്ടെ, ഒരു രാജ്യമാവട്ടെ, എന്തുമാവട്ടെ, buck stops with the person in charge, and നമ്മുടെ ഫുട്ബോളിംഗ് മാറ്റേഴ്സിൽ the person in charge is the manager. So 9 out of 12 ആണ് ഇപ്പോഴത്തെ അവസ്ഥ. ലിവർപൂളില് ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ട് പോലും ഇല്ലാതാക്കണ്ട വലിയൊരു ചോപ്പ് സ്റ്റിക്കറൊക്കെ വരുന്നുണ്ട് എന്തോ. അപ്പോ എന്താണ് അവസ്ഥ? വിൽ സ്ലോട്ടിന് ഇത് തിരിച്ച് ഒരു നേർവഴിക്ക് കൊണ്ടുവരാൻ പറ്റും? ഓപ്പൻ ഈ സ്ലോട്ട് ഔട്ട് എന്ന് പറയുമ്പോഴും അതൊരു ഫാൻ റിയാക്ഷൻ ആണ്. ഇഫ് യു ആർ സാഡ്, നെക്സ്റ്റ് എന്താ ക്ലോസ് ഇനഫ് ടു ഹൂവർ ക്യാൻ ബി സാക്ഡ്, ലെറ്റ് ദം സാക്ക് എന്നുള്ളത്. അതിപ്പോ സ്ലോട്ട് ഔട്ട് എന്നുള്ളത് ഇറ്റ്സ് എനി ക്ലബ്, എനി ഫാൻസ് വിൽ ഡു ഇറ്റ്. ഞാൻ അഗൈൻ ഇല്ല എന്ന് പറയുന്നില്ല, ബട്ട് ഐ ഡോണ്ട് റിയലി അഗ്രി വിത്ത് ഇറ്റ്. ഒന്ന്, ഇറ്റ്സ് മോർ ഓർ ലെസ് അഗെയിൻസ്റ്റ് വാട്ട് വി ആർ ആസ് എ ക്ലബ്. അത്ര പെട്ടെന്ന് വി ഡോണ്ട് ഗിവ് അപ്പ്. സെക്കൻഡ് തിങ് ഇസ്, ഇനിയിപ്പോ ആര് സ്ലോട്ട് പോയാലും ഹൂവർ ഇസ് കമ്മിങ്, ഇറ്റ് വിൽ ബി എ ട്രാൻസിഷൻ പീരിയഡ് ഫോർ ദം. ബേസിക്കലി അപ്പൊ ഈ സീസൺ നമ്മൾ കൈ ഒഴിഞ്ഞു വരുമോ? അപ്പൊ അങ്ങനെ കഴിയുകയാണെന്നുണ്ടെങ്കിൽ വൈ നോട്ട് ദെൻ കീപ് സ്ലോട്ട്? കുറച്ചു കാലം കൂടി വെച്ച് നോക്കുക. എന്തായാലും ഇഫ് യു ആർ മേക്കിംഗ് എ ഡിസിഷൻ, സമ്മർ ആകുമ്പോൾ എന്തായാലും പോകും. ദിസ് ഇസ് കണ്ടിന്യൂയിങ്. കുറച്ചു കാലം കൂടി വെക്കുക. ലെറ്റ് us see when the team is stabilized enough. ഇപ്പോഴും ഇസാക്ക് വന്നു, എക്കിറ്റിക്ക് പോയി. ഇപ്പോ വേർഡ്സ് ഇല്ല. ഇപ്പൊ വേർഡ്സ് ഈ അലിസൺ വന്നു, ഒരു കളി കളിച്ചു, പോയി. വീണ്ടും വരും, ബട്ട് ഹി ഈസ് നോട്ട് ഫുള്ളി ഫിറ്റ്. He'll play, he's not fully fit. So there are many things. Injuries is one reason. Other excuse ആയിട്ട് എടുക്കാൻ പറ്റില്ല. Everybody has injuries. പക്ഷെ വിത്ത് സ്ലോട്ട് ഐ തിങ്ക് ബിറ്റ് ഓഫ് ഫേവറിറ്റിസം ഉണ്ട്. അത് ഗാക്പോ എന്നുള്ളതല്ല. ഹി ഹാസ് ഹിസ് വേ ഓഫ് പ്ലേയേഴ്സ്. ഓക്കെ, ദിസ് ഇസ് മൈ ഫസ്റ്റ് സെറ്റ് ഓഫ് പ്ലേയേഴ്സ്. വേണമെങ്കിൽ ഞാൻ 1-2 ആൾക്കാരെ എക്സ്ട്രാ കൺസിഡർ ചെയ്യാം. ബാക്കിയുള്ളവർ ദേ ആർ ജസ്റ്റ് സ്ക്വാഡ്. ആ ഒരു ഫീലിംഗ് ഉണ്ട്. സോ അൺലെസ് ഹി ചേഞ്ച് ദാറ്റ്, ഇതിലും ക്രിസ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെ ഇതിലും താഴേക്ക് വരാനൊന്നുമില്ല. ഫസ്റ്റ് 11 കളിച്ചിട്ട് വി സ്റ്റിൽ ലോസ്റ്റ് 1-4. We could have experimented with Endo, Chiesa, Rio kind of people and see how they perform.
It doesn't look like Slot wants that. എനിക്ക് എന്റെ സ്വന്തം ഒരു സെറ്റ് ഓഫ് പ്ലേയേഴ്സ് ഉണ്ട്, they need to play. If that is the way it is handled, ക്ലോപ്പ് തന്നെ പറയുന്നുണ്ടായിരുന്നു പല പ്ലേയേഴ്സും if they are not playing well, it's my job to make sure they are happy. Are the players really happy in our team? അത് ഒരു ചോദ്യമാണ്. If that is not happening, then probably there is an issue with players versus manager, ഇല്ലെങ്കിൽ between players, however it is. So something is wrong. നമ്മളെ entire reaction ഇപ്പൊ കിയേഴ്സിന്റെ വന്ന് 15 മിനിറ്റ് അങ്ങനെ കളിച്ചിട്ടില്ല, ബട്ട് ഹി പുൾഡ് ബാക്ക് 3 times 4 times റാൻഡം പ്ലെയറിനെ പോകുന്നു, പുഷ് ചെയ്യുന്നു, പുള്ള് ചെയ്യുന്നു. That's unlike of him. Van Dijk's frustration, that's very unlike of him. Curtis Johnson's post-match reaction, again very unlike of them. So they are going out of their way to hit out at something. Endo frustration is there. Chappa kali thottadinte avam, but there is something wrong. As a fan, നമുക്ക് ഈ മാനേജ്മെന്റ് ഇതൊക്കെ വിടാം. പ്യോർലി ആസ് എ ഫാൻ ഞാൻ ചോദിക്കുന്നത്, സ്ലോട്ടിനെ വെച്ചോണ്ടിരുന്നാൽ ചാമ്പ്യൻസ് ലീഗ് അല്ലെങ്കിൽ യൂറോപ്യൻ ഫുട്ബോൾ കിട്ടില്ല എന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ വിൽ യു ബി ഓക്കെ? ഓർ ഇപ്പം മാറ്റിയിട്ട് അറ്റ്ലീസ്റ്റ് വി ഹാവ് ടു ഗെറ്റ് ഇൻ ടു ചാമ്പ്യൻസ് ലീഗ്, വാട്ട് വുഡ് യു ചൂസ്? ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ആസ് എ ഫാൻ മീൻസ് ഞാൻ എല്ലാരും റെപ്രസെന്റ് ചെയ്ത് പറയല്ല, ഞാൻ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഒരു ഈ ഇപ്പോ ചാമ്പ്യൻസ് ലീഗിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ടൈറ്റിൽ മീൻസ് അതൊക്കെ എന്റെ തലയിൽ നിന്ന് ഇപ്പൊ തൽക്കാലം പോയി. ഒന്ന് കണക്ട് ചെയ്ത് ഒരു മൂഡിൽ കളിക്കണ കാണണം. എല്ലാരും ഭയങ്കര പാനിക്, എന്തോ അവര് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ്, പ്ലേയേഴ്സ് എല്ലാരും ഡിസ്റ്റർബ്ഡ് ആണ്. ഫ്രം ദ ഫസ്റ്റ് മിനിറ്റ് തന്നെ പാനിക് ആണ്. കൊണാട്ടെ ജസ്റ്റ് ഒരു ബോൾ അങ്ങടോ ഇങ്ങടോ എന്നുള്ള രീതിയിലൊന്ന് വന്നു കഴിഞ്ഞപ്പോ പുള്ളി ഫ്രണ്ടിലേക്ക് അപ്രോച്ച് ചെയ്യണോ ബാക്കിലേക്ക് അപ്രോച്ച് ചെയ്യണം, ഫസ്റ്റ് മിനിറ്റിലാണ് അത് കണ്ടത്. അപ്പൊ തന്നെ ആ മൂഡ് നമുക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ് വാൻ ഡൈക്കിന്റെ ഹാൻഡ്. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും ഡിസ്റ്റർബ്ഡ് ആണ്, വൻ ഡിസ്റ്റർബ്ഡ് ആണ്. അവർക്ക് എഫേർട്ട് 100% അല്ല 200% കിട്ടണം എന്നുണ്ട്. ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു വരണം. അവര് പരമാവധി മെന്റലി ഇതിലേക്ക് ഇടുന്നുണ്ട്. അപ്പൊ നമുക്കത് മനസ്സിലാവും. അവര് ബട്ട് ഒന്നും വരുന്നില്ല, മെറ്റീരിയൽ ആവുന്നില്ല. ശരിക്കും മൂഡിനെയാണ് എഫക്ട് ചെയ്തേക്കുന്നത് മെയിൻ ആയിട്ട്. ആ അറ്റ്മോസ്ഫിയർ ഇപ്പോ പ്ലേയേഴ്സിന്റെ ഒരുമിച്ചുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ ഒന്നും മാറി കിട്ടാൻ എന്തെങ്കിലും ചെയ്യാതെ പറ്റില്ല. അത് മാനേജ്മെന്റ് ടീമോ എങ്ങനെയാ അത് ഹാൻഡിൽ ചെയ്യണേ, എങ്ങനെയാ അത് അതിന്റെ പ്രോസസ് എങ്ങനെയാന്ന് അറിയില്ല. അത് ഇറ്റ്സ് ഡിഫിക്കൽട്ട്. ഇത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. ഇപ്പൊ ഇവരുടെ മൂഡ് ഡിസ്റ്റർബ്ഡ് ആയ സമയത്ത് നമ്മൾ എന്തൊക്കെ പുതിയ ടാക്ടിക്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ഡൈജസ്റ്റ് ആവില്ല, മീൻസ് അത് വർക്കൗട്ട് ആവില്ല. ഫ്രഷ് അല്ല, അവരുടെ മൈൻഡ് കംപ്ലീറ്റ് ഔട്ടാണ്. ഇപ്പോ പുതിയ സാക്ക് ചെയ്യണ സിറ്റുവേഷന്റെ ഒരു സംഭവം, സാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു മാനേജർ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ പറയാൻ പറ്റില്ല, മൂഡ് മാറാം. അങ്ങനെയുള്ള ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. ജസ്റ്റ് അതൊക്കെയാണ് ഞാനിപ്പോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരെങ്ങനെയാണ് ഇതിൽ നിന്ന് തിരിച്ചു വരാൻ പോണേന്നുള്ളതാണ്. അല്ലാണ്ട് ഈ ടൈറ്റില് യൂസ് ചെയ്യലൊന്നും ഇപ്പൊ തലയിലില്ല. 4 കളി നന്നായിട്ട് തോറ്റാലും കുഴപ്പമില്ല, ബട്ട് ഒന്ന് കണക്ട് ചെയ്ത് നന്നായിട്ട് കളിക്കണ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇത്തിരി ആശ്വാസം തോന്നും. അതാണ് പ്ലേയേഴ്സിന്റെ ഒരു മെന്റാലിറ്റിയുടെ കാര്യം ഞാൻ കഴിഞ്ഞതിൽ വിശദമായിട്ട് പറഞ്ഞു. മെന്റാലിറ്റിയുടെ പ്രശ്നങ്ങൾ, ഓരോരുത്തരും എന്തൊക്കെയാണ് അവരുടെ പ്രശ്നങ്ങൾ എന്നുള്ളത്, അതിന്റെ ഒരു സമയം എടുക്കുന്നത് ഞാൻ പറഞ്ഞു. അപ്പൊ അത് ഇപ്പൊ പ്ലെയറും ഇപ്പൊ നമുക്ക് അറിയാം, സ്ലോട്ട് മാനേജർ അല്ല, കോച്ചാണ്, ഹെഡ് കോച്ചാണ്. മാനേജർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഹെഡ് കോച്ച് അവരുടെ ജോലി കോച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയാണ് ഈ പ്ലേയേഴ്സിന്റെ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ എങ്ങനെയാ പറ്റുക എന്നുള്ളത് കഴിഞ്ഞ ദിവസം കളി കണ്ട് ഉറക്കം പോയിട്ടില്ല.
എനിവേ എല്ലാവരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. അപ്പൊ എന്താ വെച്ചാൽ ഈ മാനേജ് ചെയ്യുക, കളിക്കാരെ മാനേജ് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളത് അത് ഡിഫറെന്റ്. ഇപ്പൊ സ്പോർട്ടിംഗ് മാനേജർ ആണോ, അത് ആളുണ്ടല്ലോ, അപ്പൊ ആളാണോ അതിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടർ, ആളാണോ അതില് ഇൻവോൾവ് ചെയ്യേണ്ടി വരിക, അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടാക്കുമെന്ന് അറിയില്ല. വേറൊരു കാര്യം കണ്ടു, പ്ലേയേഴ്സിനെ ഒരു ദിവസം ഓഫ് കൊടുത്തു എന്നുള്ള ഒരു ഇത് വായിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അപ്പൊ ഇതൊക്കെ പ്രോസസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ പറഞ്ഞു ഈ ഒരേ ടാക്ടിക്സ് തന്നെ കളിച്ചുകൊണ്ടിരിക്കണം, ഒരേ പ്ലേയേഴ്സിനെ. അത് മേ ബി ബിക്കോസ് പുതിയൊരു സാധനം ഇപ്പൊ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ പ്ലേയേഴ്സിനെ കൺഫ്യൂസ് ചെയ്യിക്കണ്ടല്ലോ. ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ട് ട്രെയിനിങ്ങിൽ നമ്മൾ കാണുന്നില്ല ട്രെയിനിങ്ങിൽ എന്താ സംഭവിക്കണമെന്ന്. ട്രെയിനിങ് ഗ്രൗണ്ടിൽ നടക്കുന്ന കാര്യങ്ങളായിരിക്കും, അത് കംഫർട്ടബിൾ ആയിരിക്കും അവിടെ, അതായിരിക്കും അത് തന്നെ വീണ്ടും ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കും. നമുക്കറിയില്ല, നമ്മൾ കണ്ടാലേ അറിയില്ല. അപ്പൊ അതുകൊണ്ടായിരിക്കാം നമ്മൾ സ്പെക്കുലേറ്റ് ചെയ്ത് നമുക്ക് ഇവിടെ ഇരുന്ന് പറയാനുള്ളൂ. പക്ഷെ അതായിരിക്കും പ്രോപ്പർ മാനേജ്മെന്റ്, അങ്ങനെയായിരിക്കും നടക്കണേ. റിസൾട്ടിലേക്ക് അത് എത്തുന്നില്ല എന്നുള്ളത് ശരിയാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്, അത് ഈ മെന്റാലിറ്റിയുടെ പ്രശ്നങ്ങൾ. ഇത് എങ്ങനെ പ്ലേയേഴ്സും മാനേജറും അല്ലെങ്കിൽ കോച്ച് ഇതെങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ അതില് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിന് ഭയങ്കര ഹെൽപ്ഫുൾ ആവുന്നത് സീനിയർ പ്ലേയേഴ്സ് ആണ്. ഇപ്പോ കേർട്ടിസ് വന്ന് പറഞ്ഞു കാര്യങ്ങള്, കേർട്ടിസ്. പക്ഷെ പല സീനിയർ പ്ലേയേഴ്സ് അവരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഇപ്പോ കാരഗർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഭയങ്കര ചർച്ചയായി. കാര്യം കാരഗർ പറയണത് പല കാര്യങ്ങളും പലതും പറയും. പക്ഷെ പറഞ്ഞ പോയിന്റ് ആണല്ലോ നമ്മൾ നോക്കേണ്ടത്, അല്ലാണ്ട് ആരെപ്പോ എന്തുകാരം പറഞ്ഞു എന്നല്ലല്ലോ. പറഞ്ഞ കാര്യം കറക്റ്റാ. നമ്മള് സല കോൺട്രാക്ട് ഒക്കെ സമയത്ത് പ്രസിനെ സല വിളിച്ചുകൊണ്ടൊന്ന് ആ കാര്യങ്ങള് സംസാരിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങൾ മാനേജായിട്ടുള്ള. പക്ഷെ ഇങ്ങനൊരു പ്രശ്നം ടീമിനെ മൊത്തം ലീഡ് ചെയ്യേണ്ട അവര് ലീഡേഴ്സ് ആണല്ലോ സീനിയർ പ്ലേയേഴ്സ്. അങ്ങനെയുള്ള സമയത്ത് അവര് സപ്പോർട്ട് ചെയ്ത ഒരു സ്റ്റേറ്റ്മെന്റ് പറയുകയോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അപ്പോ അത് എങ്ങനെ ഈ പ്ലേയേഴ്സിന്റെ ഇടയിൽ തന്നെ എന്താണ് സംഭവിക്കണേന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. വാൻഡേക്ക് പറഞ്ഞ കാര്യം മനസ്സിലായി, കേർട്ടിസ് പറഞ്ഞു, വേറെ ആരുമൊന്നും ഇവര് പറഞ്ഞാലാണോ നമ്മളറിയാം. നമ്മളെന്താ കാണുന്നത്, നമ്മൾ ഇവര് ട്രെയിനിങ്ങിന്റെ ലൈവ് വീഡിയോ സെഷൻ കാണുന്നു യൂട്യൂബില്, അല്ലെങ്കിൽ ഇവിടെ മാച്ച് കളിക്കുമ്പോൾ അവർ കാണുന്നു. അല്ലാതെ ഇവരെന്താന്നുള്ളത് നമ്മൾ അറിയണില്ലല്ലോ. ഇവരെന്തെങ്കിലും പറഞ്ഞാലേ നമ്മൾ അറിയുള്ളൂ. അപ്പൊ ആ പ്രശ്നങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യുന്നുള്ളത് ഇന്റേണലി പ്ലേയേഴ്സ് തമ്മില്, അല്ലെങ്കിൽ മാനേജറും, ഈ മൂന്ന് ആൾക്കാരും, പിന്നെ ഫാൻസും വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിൽ. ഈ മൂന്നുപേരും ചേർന്ന് ഇത് എങ്ങനെ സോൾവ് ചെയ്തെടുക്കുന്നുള്ളതാണ് അതിൽ അറിയാനുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നത് സ്ലോട്ട് എന്തായാലും ഇപ്പൊ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ അതാണ്, സ്ലോട്ടിനെ സാക്ക് ചെയ്യോ എന്നുള്ളത്. അതാണ് മെയിൻ ചർച്ച. സ്ലോട്ടിനെ സാക്ക് ചെയ്യുന്ന ഞാൻ 100% ഉറപ്പ്, സ്ലോട്ടിനെ എന്തായാലും സാക്ക് ചെയ്യില്ല. കാരണം അങ്ങനെ ഉള്ളൂ. അതൊരു ലോങ് ടേം പ്ലാൻ ആണ്, ലോങ് ടേം വിഷൻ ആണ്. ഇനി ഇൻ കേസ് സംഭവിക്കുക, ഇഫ് സ്ലോട്ട് തന്നെ തീരുമാനിച്ച് ഞാൻ നിർത്തുകയാണ് എന്ന് പറഞ്ഞ് വോക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ സ്ലോട്ടിന്റെ പൊസിഷൻ അവിടെ നിന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നത് ഒരു ഫെമിലിയർ ഫേസ് അവർ കൊണ്ടുവരാനായിരിക്കും ഉദ്ദേശിക്കുക ക്ലബ്ബ്. അത് വേറെ ആരും ആവില്ല, കെപ്പിൻ ലിഞ്ചേഴ്സ് ആയിരിക്കും. കാരണം കഴിഞ്ഞ പറഞ്ഞിരുന്നു, ഇത് മറ്റേ FSG പറഞ്ഞിട്ടുള്ളത്, എഡ്വേർഡ്സ് പറഞ്ഞതാണ്, ക്ലോപ്പിന് ശേഷം ക്ലോപ്പിന്റെ ഫോളോവർ ആയിട്ട് കെപ്പിൻ വരേണ്ട കാര്യമില്ല, പക്ഷെ പിന്നെ എപ്പോഴെങ്കിലും വരാമെന്നുള്ള രീതിയിൽ അവിടെ കോൺവെർസേഷൻ ഒക്കെ നടന്നിട്ടില്ല. മീൻസ് ഇൻ കേസ് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ തന്നെ ഞാൻ പറയാം, പ്ലേയേഴ്സും കംഫർട്ടബിൾ ആയിരിക്കും. പ്ലേയേഴ്സിന് അറിയാം, പല പ്ലേയേഴ്സിനും അറിയാം ലിൻഡേഴ്സിനെ. അങ്ങനെ ആയിരിക്കാം. പക്ഷെ അങ്ങനെ സംഭവിക്കില്ല. ഞാൻ പറയാ, സ്ലോട്ട് ഫൈറ്റ് ചെയ്ത് നിൽക്കും. സ്ലോട്ട് നമ്മള് പറഞ്ഞല്ലോ പ്ലേയേഴ്സിന്റെ മെന്റാലിറ്റി. നമ്മള് തൊട്ടപ്പുറത്തെ ക്ലബിൽ കഴിഞ്ഞ ആഴ്ച നടന്ന പോലത്തെ അവസ്ഥ നമുക്കും വരുമോ? ഈ ഇഡ്രീസി ഗാന മറ്റേ മൈക്കൽ കീന്റെ മോത്തടിച്ച പോലെ. ഞാനിപ്പോ മനസ്സിൽ ആലോചിച്ചതായിരുന്നു, ഇനിയിപ്പോ അത് മാത്രമേ വരാൻ ബാക്കിയുള്ളൂ, ബാക്കിയല്ലായി. ആക്ച്വലി അതിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ, അതായത് ഐ ഡോണ്ട് തിങ്ക് പ്ലേയേഴ്സ് ഹാവ് എ പ്രോബ്ലം ബിറ്റ്വീൻ ദംസെൽസ്. ഇത് ശരിക്കും ഇതുവരെ ഇത് ഉണ്ടാവാൻ സാധ്യതയില്ല. ഈ പ്രശ്നം എന്ന് പറയുന്നത്, ഒന്നെങ്കിൽ ഇപ്പം നമ്മള് 4 പേരാണ് ലിവർപൂൾ ബോർഡിൽ ഇരിക്കുന്നത് വെച്ചു, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പം നമ്മൾ ആദ്യം ആലോചിക്കുന്നത്, സാക്കിംഗ് എ മാനേജർ വിത്ത് എ റെപ്യൂട്ടേഷൻ ഹു വൺ ദ ലീഗ് ലാസ്റ്റ് ഇയർ ഇസ് എ ഡ്രാസ്റ്റിക് സ്റ്റെപ്പ്. ആക്ച്വലി ഇത്ര ഡിഫിക്കൽട്ട് ഉണ്ടെങ്കിലും ഞാൻ പറയുന്നത്, അറ്റ് ദ സെയിം ടൈം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഇത് ഉണ്ടായതിന്റെ ഒരു റൂട്ട് കോസ് കണ്ടെത്തുക എന്നുള്ളതാണ്. ആ റൂട്ട് കോസ് മാനേജർ ആണ് എന്ന് വന്നു കഴിഞ്ഞാൽ മാത്രമേ മാനേജറെ സാക്ക് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ മാനേജർ പോയി അടുത്ത ആള് വന്നാലും പ്രശ്നം അവിടെ നിൽക്കും. ഇതൊന്നും അൺഹേർഡ്
അൺഹേർഡ് ഒന്നുമല്ലല്ലോ. ആൻസലോട്ടി, കോണ്ടെ, റൈനിയറി ഇവരെല്ലാരും ടൈറ്റിൽ അടിച്ചതിന് ശേഷം പ്രീമിയർ ലീഗ് തന്നെ പുറത്താക്കിയവരല്ലേ. നമ്മള് നമ്മുടെ ക്ലബിന്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറയുന്നത്, സെൻസിബിൾ ക്ലബ് നമ്മുടെ നിലവാരം വ്യത്യാസമുണ്ട്, FSGയുടെ നിലവാരമൊക്കെ വ്യത്യാസമുണ്ട്, അതൊക്കെ ആലോചിക്കണം. അല്ല, അവിടെ ഞാൻ ചോദിക്കുന്നത്, ഇവിടെ നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഇതുണ്ട്. ഒന്ന് മാനേജർ, ഒബ്വിയസ്, മാനേജർ ഹാസ് ടു ഗോ, ഓർ മാനേജർ ഇസ് ദ പ്രോബ്ലം. സെക്കൻഡ്, ഇറ്റ് ക്യാൻ ഓൾസോ ബി സ്ക്വാഡ് കോമ്പോസിഷൻ. നമ്മൾ 400 മില്യൺ ചെലവാക്കുന്നത് ഒരു പുതിയ സ്പോർട്ടിംഗ് ഡയറക്ടറും പുതിയ ഡയറക്ടർ ഓഫ് ഫുട്ബോൾ, അതായത് ബോർഡ് മെമ്പർ വന്ന ശേഷമാണ്, എഡ്വേർഡ്സും ഹ്യൂസ്. സോ അവര് 400 മില്യൺ 450 മില്യൺ ചെലവാക്കിയിട്ട് അതിന്റെ പരിണിത ഫലമായിട്ട് ഗാക്പോന് എല്ലാ കളിയും കളിക്കേണ്ടി വരുന്നു. കാരണം ഡിയാസ് ഇല്ല, ആൻഡ് ഒബ്വിയസ്ലി ദ മാനേജർ ഡസന്റ് ട്രസ്റ്റ് റിയോ ടു സ്റ്റാർട്ട്. സെയിം ടൈം മാനേജറിന് കിയേസിനെ കളിപ്പിക്കാൻ ഒരു താല്പര്യമില്ല. ഒരു സെൻട്രൽ മിഡ്ഫീൽഡറിനെ മേടിച്ചിട്ടില്ല. നമ്മള് ഗേഹിന്റെ ലാസ്റ്റ് ഡേ സൈനിങ് ഫ്ലോപ്പായി, നടന്നില്ല. സോ വി ഹാവ് ടു പ്ലേ ആൻ ഔട്ട് ഓഫ് ഫോം, ഔട്ട് ഓഫ് സോർട്സ്, ഔട്ട് ഓഫ് കോൺട്രാക്ട് കൊണാട്ടെ. സോ ദറ്റ് ഈസ് സെക്കൻഡ് പോയിന്റ്, അതായത് സ്ക്വാഡ് കോമ്പോസിഷൻ. അതിന്റെ തെറ്റ് സ്ലോട്ട് അല്ല, അതിന്റെ തെറ്റ് എന്ന് പറയുന്നത് എഡ്വേർഡ്സും ഹ്യൂസ് ആണ്. സോ തേർഡ് പോയിന്റ് could also be player power, whether players are letting the tools down. അത് ഐ വുഡ് നെവർ തിങ്ക്. ഇപ്പൊ നമ്മുടെ പ്ലേയേഴ്സ് ആർ അമേസിംഗ് ചാമ്പ്യൻസ്, ദേ വൺ ദ ലീഗ്. വാൻഡേക്ക് ആണെങ്കിലും സല ആണെങ്കിലും ഈ പ്ലേയേഴ്സ് ഒന്നും, ഈവൻ ഇഫ് ദേ ആർ നോട്ട് ഹാപ്പി വിത്ത് ദ മാനേജർ, ഐ ഡോണ്ട് തിങ്ക് ഇവര് ക്ലബിന് ഡെട്രിമെന്റൽ ആയ ഒരു പെർഫോമൻസ് ചെയ്യുന്ന എനിക്ക് ഒരിക്കലും ഐ കാന്റ് ഈവൻ ഇമാജിൻ. ബിക്കോസ് ഐ റെസ്പെക്ട് ദം വേ ടു മച്ച് ടു തിങ്ക് ദാറ്റ് സല ആൻഡ് വാൻഡേക്ക് സബ്കോൺഷ്യസ്ലി മേ ബി, ബട്ട് കോൺഷ്യസ്ലി അവരുടെ പെർഫോമൻസ് they can't do it. They are champions. They've struggled the way. So ഇങ്ങനെ 3, 4, 5 ഇഷ്യൂ ഉള്ളപ്പോ പിന്നെ obviously not an excuse, but how much of a mental impact Jota's situation has affected the squad. So ഈ 3, 4, 5 ഇഷ്യൂസ് അവിടെ നിൽക്കുമ്പോൾ ഒരു സിംപ്ലിസ്റ്റിക് വ്യൂ ആയിട്ട് മാനേജറിനെ പുറത്താക്കിയിട്ട് പുതിയ മാനേജർ വന്നു കഴിഞ്ഞാൽ എല്ലാം റോസി ആവും എന്നുള്ള ഒരു കാഴ്ചപ്പാട് എനിക്കില്ല. ബട്ട് ആ റിവ്യൂ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. That like do we think that there is a problem, or സുദീപ് നേരത്തെ പറഞ്ഞ പോലെ ട്രാൻസിഷനിൽ ഇത് നോർമൽ ആണ്, ഈ ട്രാൻസിഷനിൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും? എന്താണ്, വാട്ട് യു തിങ്ക്? Tom Werner was recently in Anfield, right? ഇതല്ല PL മാച്ചിന്, കഴിഞ്ഞ PL മാച്ചിന് he was there, and he can come at any point of time, but how often do we see him? So there could be some meeting happening, എന്തെങ്കിലും ഡിസ്കഷൻ എന്തായാലും നടന്നിട്ടുണ്ടാവും, what next എന്നുള്ളത്. Drastic decisions I don't think we'll take for now, at least maybe the end of year. അടുത്ത ഒരു 8 കളി ഈ വർഷം, 8 കളി എങ്ങാനില്ലേ, 7-8 കളി എങ്ങാനുണ്ട് ഈ വർഷം. So അതായത് only reason we got Florian Wirtz and we got Isak and all is because of our stability and the project. അവർ തന്നെ വന്നത് നമ്മുടെ പ്രോജക്റ്റ് കണ്ടിട്ടാ. So if we sack the manager, start afresh, പുതിയ ആള് വരുന്നു, എനിക്ക് ഇസാക്ക് വേണ്ട, എനിക്ക് വേർഡ്സ് വേണ്ട, എനിക്ക് 2 വൈഡ് വിങ്ങേഴ്സ് വേണം, എനിക്ക് സല വേണ്ട, വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I am not against sacking the manager. I can cope with sacking the manager if we 100% know that the problem is the manager. എന്നാണ് എന്റെ പോയിന്റ്. സ്വരൂപ് എന്താ പറയുന്നത്? ഞാനിപ്പോ നിങ്ങൾ സംസാരിക്കുമ്പോ പല കാര്യങ്ങളും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ പ്ലേയേഴ്സിന്റെ, ഞാനിപ്പോഴും അവിടെയാണ് സ്റ്റക്ക് ആയി നിൽക്കണേ. പ്ലേയേഴ്സ് തമ്മിലുള്ള ബോണ്ടിങ്. ഇപ്പോ ഒരു 9 സൈനിങ്സ്, 9 പ്ലേയേഴ്സ്, മീൻസ് ഒരു 8-9 പേര് പുറത്തേക്ക് പോയി, 8-9 പേര് അകത്തേക്ക് വന്നു. അപ്പോ ആ ഒരു ബോണ്ട് എന്ന് പറയുന്ന ഇത്, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കെർക്കസ്, ഗാക്പോ, മറ്റേ സല, ഫുൾ ബാക്സ് ആരാ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ആരാ കളിക്കണേ. അപ്പൊ അവര് തമ്മിലുള്ള ഈ ടീം സെഷൻസ് ഇല്ലേ, ഇപ്പൊ അത്ര ക്ലോസ്നെസ് അത്ര ക്ലോസ് അല്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടോ എന്നുള്ളതാണ്. ഇപ്പൊ ബാഡ് റിസൾട്ട്സ് വരുമ്പോ അതിന്റെ കൂടെ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവുന്ന ഡിവിഷൻസ് ഉണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സീനിയർ പ്ലേയേഴ്സ് അത്ര അവര് ബോണ്ട് ഇത്തിരി കൂടുതലാവും, അവര് കുറച്ച് കാലമായിട്ട് ഒരുമിച്ച് കളിക്കുന്നവരാ. അപ്പൊ യങ്സ്റ്റേഴ്സ് വരുമ്പോ അവരുടെ എന്തെങ്കിലും മോശമായിട്ടുള്ള ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ ഇവരെന്ത് അങ്ങനെയുള്ളൊരു പിള്ളേരല്ലേ, അപ്പൊ ഇവരെന്ത് കാണിക്കണേ എന്നുള്ള രീതിയിൽ അപ്പൊ അവിടെ ഒരു ഗ്രൂപ്പ് ഫോം, അങ്ങനെയുള്ള ഓരോന്നൊക്കെ ഉണ്ടാവും എന്നൊക്കെയാണ് ഞാൻ ആലോചിക്കുന്നത്.
ഇവർക്ക് ബോണ്ടിങ് സെഷൻസ് നല്ലോണം വേണം. ഈ അതുകൊണ്ടാവും ഇപ്പൊ സ്വരൂപ് പറഞ്ഞ പോയിന്റിന് ഞാൻ പറയുന്നത്. അതായത് ഹൗ ക്യാൻ വി ജസ്റ്റ് പുട്ട് എ ബ്ലെയിം ഓൺ ദ മാനേജർ, ഗെറ്റ് റിഡ് ഓഫ് ഹിം, പുട്ട് എ ന്യൂ പേഴ്സൺ ആൻഡ് എക്സ്പെക്ട് ഓക്കെ നമ്മൾ ബാക്ക് ടു ഐ ഡോണ്ട് നോ. സീ ദിസ് ഇസ് എ ഡെവലപ്പിംഗ് സിറ്റുവേഷൻ. നമുക്ക് ആർക്കും ഇതിലൊരു ഇപ്പൊ മാനേജറിന്റെ കേസ് പറയുകയാണെങ്കിൽ ഞാൻ ഒരു 4-5 കളി മുമ്പ് ഗ്രൂപ്പ്സിൽ എല്ലാരും പറയുമ്പോ ഞാൻ മാനേജറിനെ സപ്പോർട്ട് ചെയ്യല്ല. ഞാൻ ഇത്ര പെട്ടെന്ന് ഞാൻ ഒരാളെ റേറ്റ് ചെയ്യില്ല. നീഡ് ടൈം, ഇത്തിരി കൂടിയും കളി കഴിയട്ടെ, എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടാവുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ മനുഷ്യനാണ്. അത് കഴിഞ്ഞിട്ട് ഒരു 4-5 കളി 5-6 കളി ഇങ്ങോട്ട് നീങ്ങി കഴിഞ്ഞപ്പോ എനിക്ക് പ്രോഗ്രസ് അല്ല, ഇത്തിരി നമ്മുടെ ഓവറോൾ പെർഫോമൻസിൽ ഇത്തിരി ഡ്രോപ്പ് ആണ് കാണുന്നത്. അപ്പൊ ഞാനിപ്പോഴും കൺഫ്യൂസ്ഡ് ആണ് ആസ് എ ഫാൻ. ഞാൻ നല്ല കൺഫ്യൂസ്ഡ് ആണ്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോപ്പിനെ ഇപ്പൊ സാക്ക് ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് പേഴ്സണലി ഒരു ഇതും തോന്നുന്നില്ല. എന്ന് പറഞ്ഞാൽ പുതിയ മാനേജർ വരികയാണെങ്കിലും സംഭവം എല്ലാരും ഒന്ന് നന്നായിട്ട് കളിച്ച് കണ്ടാൽ മതി എന്നുള്ളൊരു മൂഡായി തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ. അപ്പൊ ഇപ്പോഴത്തെ ഫാൻ എന്നെ പോലെയുള്ള ഫാൻസ് വെൽക്കം ചെയ്യും എല്ലാം. സാക്ക് ആണെങ്കിലും ഇനിയിപ്പോ അയാള് നന്നായിട്ട് പെർഫോം ചെയ്ത് ഇനി അടുത്ത 4-5 കളി നന്നായിട്ട് പെർഫോം ചെയ്ത് ഇപ്പൊ ജനുവരി അപ്രോച്ച് ചെയ്യുമ്പോഴേക്കും ഒരു 3-4 കളി ജയിക്കുക, അങ്ങനെ പ്രോഗ്രസ് കണ്ടു തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലും ഞാൻ ഹാപ്പി. അതിനൊരു കൗണ്ടർ ഉണ്ട്. നമ്മളിപ്പോ പറഞ്ഞല്ലോ ഇപ്പൊ മാനേജർ സാക്ക് ചെയ്യുന്നത് at the end of the day it goes to manager. Manager ഇറക്കിയ ടീം ശരിയില്ല, ടാക്ടിക് ശരിയില്ല, വാട്ട് എവർ ഇറ്റ് മേ ബി. ബട്ട് നമ്മളുടെ again this is not to justify a manager, നമ്മളുടെ ഫസ്റ്റ് ഗോൾ that never should have happened. Van Dijk പോട്ടെ, even if it's a debutant teenager, nobody raises their hand that high consciously. നമ്മളെ ഒരുവിധം എല്ലാ ഗോൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എൻ ഇൻഡിവിജ്വൽ മിസ്റ്റേക്ക്. റയർലി ആണ് ഇറ്റ്സ് എന്താ പറയാ ടീം ഡ്രോപ്ഡ് എന്നുള്ളത്. ഇറ്റ്സ് മോർ ഓഫ് ഇൻഡിവിജ്വൽ മേക്കിംഗ് മിസ്റ്റേക്സ്. സോ മേ ബി ദർ ഇസ് ടു മെനി ഗ്യാപ്സ് ഇൻ ദ മിഡ്ഫീൽഡ്. അത് റീസൺ ആവാം, ദേ ആർ ഹെസിറ്റന്റ് വേർ ടു ഗോ വേർ നോട്ട് ടു ഗോ എന്നുള്ളത്. ബട്ട് ദർ ഇസ് സം മിസ്. ഈ മാനേജർ പറയുന്ന ടാക്ടിക്സ് മാത്രമല്ല, ഇൻ പ്ലേയേഴ്സ് ഇറ്റ്സെൽഫ് ദർ ഇസ് സം ഇഷ്യൂസ് ഹാപ്പനിങ്. ആൻഡ് majority of them is Konate, but still even if it's Konate, why is it happening every time? എല്ലാ കളിയിലും ഇല്ല ഇപ്പൊ. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. they are not sabotaging the game. നമ്മൾ പറഞ്ഞ പല കാര്യങ്ങളും ഇപ്പൊ they are going through lots of different things അല്ലേ. അത് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഒന്ന് യോട്ടയുടെ പ്രശ്നങ്ങൾ ഉണ്ടാവും, യോട്ടയുടെ കണക്ഷൻസ്. 2 വേൾഡ് കപ്പ് ഇയർ ആണ്, വേൾഡ് കപ്പ് വരുന്നു. അതിന്റെ ഒരു എന്താ സേഫ്റ്റി അപ്രോച്ച് അതായിരിക്കും ചിലപ്പോ മനസ്സിൽ. പ്രീമിയർ ലീഗ് ഓൾറെഡി ജയിച്ചു, ഇനി ട്രാൻസിഷനാണ്, പുതിയ പ്ലേയേഴ്സ് ഒക്കെ വന്നു, അപ്പോഴേക്കും വേൾഡ് കപ്പ് വരുന്നുണ്ട്. അതാവാം ഞാൻ പറയാം, അത് സ്പെക്കുലേറ്റ് ചെയ്യണം, അതാണെന്നല്ല. നമുക്ക് അങ്ങനെ പല കാര്യങ്ങളുണ്ടാവും. ഇതിന്റെ ഒരു ആൻസർ നമുക്ക് 3-4 പേർക്ക് ആലോചിച്ചാൽ കിട്ടുന്ന ആൻസർ അല്ല. ബിക്കോസ് വി ഡോണ്ട് ഹാവ് all the information is available. And with due respect, I can completely understand people who want the manager to be sacked, because ingle result vannal when adupom plastic aya Roman Abramovich era allengil kude most teams will sack the manager, but we are in a weird situation where the same manager won the league. A lot of things are happening. We'll come back to Liverpool when we do the preview for West Ham. നമ്മുടെ ക്ലബ് എത്രത്തോളം എന്താണ് പറയാ ഓൺ ദ റോക്സ് ആണോ അത്രത്തോളം ഹൈ ഫ്ലൈയിങ് ക്ലബാണ് ആർസണൽ അറ്റ് ദ മൊമെന്റ്. എല്ലാവരും വിൽ ലുക്ക് അറ്റ് ദിയർ അതർ ചാമ്പ്യൻസ് ലീഗ് ഗെയിംസ്. എല്ലാവരും ബയൺ മ്യൂണിച്ച് ആർ ദ ഫേവറേറ്റ്സ്, ബയൺ മ്യൂണിച്ച് ആർ ഹൈ ഫ്ലൈയിങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കുമ്പോൾ ഒരു പ്രശ്നമില്ല അവരെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ആർട്ടേറ്റന്റെ ഗുണക്കുട്ടികൾ എന്താ ആർസണൽ ആർ. ഐ തിങ്ക് ദിസ് ഇസ് ദ ബെസ്റ്റ് ഐ ഹാവ് സീൻ ആർസണൽ സിൻസ് 2006. ആർസൻ വെംഗറിന്റെ പീക്കിലുള്ള ആർസണലിന് ശേഷം ഐ ഹാവ് നോട്ട് സീൻ an Arsenal who are this good
in every department, in every competition. അല്ലേ? അതെ ഡെഫിനറ്റ്ലി That's the best team in Europe right now. Best team in Europe, not just England. Best team in Europe. അതെ അവര് ഇപ്പൊ ചിലര് കഴിഞ്ഞ വീഡിയോയിലെ കമന്റ്സിലെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. നമ്മള് സെറ്റ് പീസിന്റെ കാര്യം മാത്രം, സെറ്റ് പീസ് വെച്ച് ഇനി കളിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ കുറച്ച് ആർസണൽ ഫാൻസ് നമ്മുടെ അത് കാണാറുണ്ട്. അവര് പറഞ്ഞു കറക്റ്റ്. ഞാൻ കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തു, ഗബ്രിയേലിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് സെറ്റ് പീസ് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊന്നല്ല, അവര് ഗോൾ അടിച്ച എസ് എ ഗോൾ അടിച്ച പൊസിഷൻസ് ഒക്കെ എന്താ കറക്റ്റ് അവരുടെ ആ ഒരു 10 പ്ലെയർ വരുന്ന നമ്പർ 10 വരുന്ന ആ പൊസിഷനിൽ നിന്ന് വരുന്നത്. അപ്പൊ അങ്ങനെ അവര് ഗോൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ സെറ്റ് പീസ് ആണെങ്കിൽ സെറ്റ് പീസ്, പൊസഷൻ ആണെങ്കിൽ പൊസഷൻ, ഡിഫൻസ് ആണെങ്കിൽ നന്നായിട്ട് ഡിഫെൻഡ് ചെയ്യും, ലോ ബ്ലോക്ക് കളിക്കണോ ലോ ബ്ലോക്ക് കളിക്കും, ഗോളിലേക്ക് കയറി കളിക്കണം, അങ്ങനെ എല്ലാം ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് ടീമായിട്ട് മാറിയിട്ടുണ്ട്. യെസ്, ഡെഫിനറ്റ്ലി ദേ ആർ സ്ട്രോങ് കണ്ടൻഡർ ഇൻ ബോത്ത് ദ പ്രീമിയർ ലീഗ് ആൻഡ് CL. പക്ഷെ യൂറോപ്പിൽ ഇപ്രാവശ്യം ഇറ്റ് വാസ് എ ഹിറ്റ് ആൻഡ് മിസ്, റൈറ്റ്? ആർസണൽ വൺ, സെയിം വിത്ത് ചെൽസി വെന്റ് ടു എന്താ പറയുക, ബാർസന്റെ കൂടെ കളിച്ചു, they won 3-0. Barca have injuries, but the way Chelsea played also was great. അതേ സമയത്ത് തന്നെ as much as PL on the rise എന്ന് പറയുമ്പോഴും we had the entire opposite results as well. City lost, we lost, Tottenham lost, Newcastle lost. Yeah, Newcastle lost. Very mixed bag. Some people just No, but mixed bag. Chelsea are ഇപ്പത്തെ ലെവൽ വെച്ചിട്ട് ഇപ്പൊ സിറ്റിന്റെ കളി കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ചെൽസി ആയിരിക്കും ടൈറ്റിൽ ചാലഞ്ചേഴ്സ് എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ചെൽസി ഈവൻ വിത്ത് ഇൻകൺസിസ്റ്റൻസി ആർ ഗെറ്റിംഗ് റിസൾട്ട്സ് ഹിയർ ആൻഡ് ദേർ. ബട്ട് സിറ്റി നമ്മുടെ അവസ്ഥ ഏകദേശം ഒരുപോലെയാണ്. നമ്മളിപ്പോ ഇത്രയ്ക്ക് നമ്മുടെ ലോസ് വന്നാലും വി ആർ 4 points ഓഫ് സിറ്റി. സോ സിറ്റി ഒരു പറഞ്ഞ അല്ല, നമ്മളിപ്പോ ചെൽസിയെ കുറിച്ചും ആഴ്സണലിനെ കുറിച്ചും പറഞ്ഞു. ഇപ്പൊ പ്രീമിയർ ലീഗില് ഈ വീക്കെൻഡ് മാച്ച് ഉണ്ട്, ചെൽസി വേഴ്സസ് ആഴ്സണൽ. നമുക്ക് ലാസ്റ്റ് പ്രീമിയർ ലീഗ് പ്രിവ്യൂ ആയിട്ട് പറയാം. ഗുഡ് ടോപ്പിക് ആക്ച്വലി. എന്നാലും ഓവറോൾ എംബാപ്പയുടെ 4 ഗോൾ നമ്മൾ മിസ്സായിട്ടാണ്. Tottenham actually played really well against PSG. But അവസാനം 5-3 റിസൾട്ട് തോന്നുന്നു. എന്താ പറയുക, നമ്മൾ ഈ മറ്റു ക്ലബിനോട് നമ്മൾ ലീഡ് ചെയ്യുമ്പോഴോ നമ്മൾ ടൈറ്റിൽ എന്താ പറയാ കളിക്കുമ്പോഴോ നമുക്ക് പറയും നമുക്ക് തന്നെ. ഇപ്പൊ ഈ അവസ്ഥയിൽ മറ്റു ക്ലബിനെ കുറിച്ച് പറയുമ്പോ ഐ തിങ്ക് റൈവൽ ഫാൻസ് വോണ്ട് മൈൻഡ് ഇറ്റ്. പക്ഷെ നമ്മുടെ ഫാൻസിന് ചിലപ്പോ അത് ഇവരെന്തിനാണ് ഇത് വെറുതെ ആർസണലിനെ കുറിച്ച് നമ്മളാ ഇന്റർനാഷണൽ ബ്രേക്കിൽ തന്നെ മറ്റേ ക്ലബ്സിനെ കുറിച്ച് പറഞ്ഞപ്പോ തന്നെ അവര് ഇതെന്താ നിങ്ങൾ ഡിസ്കസ് ചെയ്യണമെന്നൊക്കെ ചോദിച്ചാ ശരിയാണ്. അല്ല, ആസ് ഫുട്ബോൾ ഫാൻസ് റൈവൽറി ഇസ് ദ ബേസ് ഓഫ് ഫുട്ബോൾ. ബട്ട് ഐ തിങ്ക് ആർസണൽ നമ്മൾ ഒരുപാട് ട്രോൾ ചെയ്തിട്ടുണ്ട് അവരെ. ബട്ട് ആർസണൽ വിത്ത് ദ കറന്റ് ക്രോപ്പ് ഐ തിങ്ക് ഡ്യൂ ക്രെഡിറ്റ് എന്താ പറയാ അതിനെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മളൊരു മാച്ച് മിസ്സായി. സ്വരൂപിന്റെ ടീം 10 സ്വയം തമ്മിൽ തല്ലി റെഡ് കാർഡ് മേടിച്ച എവർട്ടന്റെ കൂടെ തോറ്റു. കഴിഞ്ഞ നമ്മള് ലൈവ് പോയതിനു ശേഷമാണ് മാച്ച് ഉണ്ടായത്. അതാണ് പറ്റിയത്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ കണ്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ കണ്ടില്ല. റെഡ് കാർഡ് കിട്ടിയത് കോമഡി ആയിരുന്നു ആക്ച്വലി. എനിക്ക് മനസ്സിലായില്ല എന്തിനാണ് റെഡ് കാർഡ് കൊടുക്കുന്നതില്. ബ്രൂണോ ഒരു ഷോട്ട് എടുക്കുന്നു, ക്യാമറ എംബോമാനെ കാണിക്കുന്നു, ബ്രൂണോനെ കാണിക്കുന്നു, കുറച്ച് കഴിഞ്ഞിട്ട് റെഡ് കാർഡ് കാണിക്കുന്നു. എവർട്ടൺ ഗെയിം മറ്റേ മൈക്കൽ കീൻ അടിയില്ലേ, ഒരാള് പറയും യുണൈറ്റഡ് എവർട്ടൺ ഗെയിം. അത് കണ്ടിരുന്നോ വെച്ചിട്ടാണ്. കാരണം ആ സ്വന്തം ടീമിനെ അടിയുണ്ടാക്കിയിട്ട് റെഡ് കാർഡ് വാങ്ങിയിട്ട് പോയിട്ട് എന്നിട്ടും തോറ്റു. പിന്നെ നമ്മളോട് തോറ്റതുകൊണ്ട് പ്രശ്നമില്ല. Anyway, we'll move on to നമ്മുടെ back to Liverpool. West Ham away, long ball again, physical game. സ്വരൂപിന്റെ മുഖത്ത് ഇപ്പൊ തന്നെ ക്ഷീണമുണ്ട്.
ഉറങ്ങിയിട്ടില്ല. അത്രയും എന്താ ഭയാനകമായിരുന്നല്ലോ ഇന്നലത്തെ കളി. ആ ഉറക്കം പോയി. അപ്പൊ ഹാപ്പി ആയിട്ട് ഇത് പറ, നമ്മളെ ഒരു പുത്തൻ പ്രതീക്ഷയോടെ വെസ്റ്റ് ഹാം, വാട്ട് ഡു യു എക്സ്പെക്ട് ഫ്രം വെസ്റ്റ് ഹാം ഗെയിം? ഇതിപ്പോ നമ്മള് എല്ലാ ആഴ്ചയും ലിവർപൂൾ എങ്ങനെ കളിക്കുന്നു, അവൻ അവിടെ നിന്ന് ഇങ്ങനെ കളിക്കുന്നു, എങ്ങനെ കളിക്കുന്നു, ഇതൊന്നും കാണുന്നില്ല. നമ്മള് ചർച്ച ചെയ്യണ പോലും നമ്മള് ഗ്രൗണ്ടിൽ കാണുന്നില്ല. അതാണ് സംഭവം. അറ്റ്ലീസ്റ്റ് സ്ലോട്ട് ഈ പോഡ്കാസ്റ്റിലും കണ്ടിരുന്നെങ്കിലേ, ആ കേസിക്ക് ഒരു 10, ആ എണ്ണൂറ് അരമണിക്കൂർ സ്റ്റെഫാൻ വെച്ചിട്ട് എവിടെ സുദീപ്? അതെ, വരുന്ന വിചാരിച്ച ഇന്റർനാഷണൽ ബ്രേക്ക് ഒക്കെ കഴിഞ്ഞ് വരുന്ന വിചാരിച്ച എന്താ ചെയ്യാ, അത് വരുമായിരിക്കും. വരും. സേവിയർ ആണ് നമ്മുടെ സീസൺ സേവിയറിലുള്ള റേയോ മാഞ്ചും വരും, കളിക്കണം. അതുപോലെ സ്ഥലം ഒന്ന് ഡ്രോപ്പ് ചെയ്ത് നോക്കിയാൽ നല്ലതായിരിക്കും അല്ലേ? എന്തായാലും ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസിന് പോയി ചിലപ്പോ നമ്മുടെ ഫോം അത് കഴിയുമ്പോ ഇമ്പ്രൂവ് ചെയ്യും. അഫ്കോണിന് സ്ഥലം പോയി കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. എന്തായിരിക്കും ലൈനപ്പ്? എനിക്ക് തോന്നുന്നു ഇന്നത്തെ പ്രസ് കോൺഫറൻസ്, ഇന്ന് സർപ്രൈസിംഗ്ലി ഏർലി പ്രസ് കോൺഫറൻസും ആയിരുന്നു. ആലിസൺ ഇസ്, ഐ തിങ്ക് അഗൈൻ ഫ്രിംപോങ് അടുത്തൊന്നും വരും തോന്നുന്നില്ല. ഐ തിങ്ക് കർട്ടിസ് ഓർ സബോസ്ലൈ ഹാസ് ടു പ്ലേ റൈറ്റ് ബാക്ക്. ഗോമേസ് എന്താണ്, ഗോമേസ് ഫിറ്റ് ആണോ അല്ലയോ എന്ന് പോലും അറിയും. ഇന്റർനാഷണൽ ബ്രേക്കിൽ കളിക്കും എന്നുള്ള ഹിന്റ് ഉണ്ടല്ലോ. He might start Gomez today എന്നുള്ളത് വീക്കെൻഡ് എന്നുള്ളത് കേട്ട്. ഈ ഗോമസിന്റെ നമ്മൾ കുറച്ച് അധികം ഇങ്ങനെ പറയുക. എന്താ കേസ് എന്ന് വെച്ചാൽ ഗോമസ്, നമ്മൾ പറയും ഗോമസ് കളിക്കണം. പക്ഷെ ഗോമസ് കളിച്ച കളിയില് മിക്കവാറൊക്കെ കൊണാറ്റേക്കാളും അബദ്ധമായിട്ടാണ് കളിക്കാറുള്ളത്. അപ്പൊ ഇത് സ്ലോട്ട് ട്രെയിനിങ്ങിൽ ഇതൊക്കെ കാണണ്ടാവേ. നമ്മളിവിടെ ഇരുന്ന് ഇങ്ങനെ പറയാ, പക്ഷെ അതുകൊണ്ടായിരിക്കും കളിപ്പിക്കാത്തത്. അങ്ങനെയുള്ള ഒരു കാര്യം, ഒരു വശം കൂടി ഉണ്ട് ഇതില്. പിന്നെ എൻഡോനെ നമ്മളിവിടെ ഇരുന്ന് പറയും, എൻഡോനെ മിഡ്ഫീൽഡിൽ കളിപ്പിച്ചൂടെ, എൻഡോ ആണ് കുറച്ചും കൂടി ബെറ്റർ. പക്ഷെ എൻഡോ അവിടെ ചിലപ്പോ കളിക്കുന്ന സമയത്ത് ഗ്രേവി കാണിക്കുന്നതിനേക്കാൾ അബദ്ധങ്ങൾ കാണിക്കണം, അതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ ആയിരിക്കും ഇങ്ങനെ സെലക്ഷൻ ഇങ്ങനെ തന്നെ എടുക്കണത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഗ്യാപ്പോന്റെ കാര്യം മാത്രമേ എനിക്കൊരു ഡൗട്ട്, എന്താണ് അങ്ങനെ കളിപ്പിക്കുന്നത്. അവിടെ റേയോ ഇല്ല, റേയോനെ കളിപ്പിക്കാലോ വേണമെങ്കിൽ. റേയോനെ പ്ലെയർ മാത്രമല്ല, ഗാക്പോ എന്ത് മോശമാണെന്ന് പറഞ്ഞാലും നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ ഒരു 10 ചാൻസ് ഉണ്ടാക്കിയാൽ 8 എണ്ണം either Gakpo at the end or Gakpo is the final pass. അതെ, ഗാക്പോന്റെ അത് കറക്റ്റ് ആണ്. ആ ഫൈനൽ തേർഡിൽ എടുക്കുന്ന പൊസിഷൻസ് ഒക്കെ പെർഫെക്റ്റ് ആണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് എന്ന് ഞാൻ പറയില്ല, ബട്ട് ഹീസ് ദ ഓൺലി വൺ ഹൂ ഈസ് ഡയറക്റ്റ്. സപ്പോസ് കഴിഞ്ഞാൽ സപ്പോസ് ഗെറ്റ്സ് ദ ബോൾ, ഒരു പൊസിഷൻ കിട്ടിയാൽ ഹീൽ ഷൂട്ട്, അല്ലെങ്കിൽ ഹീൽ മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ്സ് ഇൻ എ പൊസിഷൻ ടു ഷൂട്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഡയറക്റ്റ് ഓപ്ഷൻ ഉള്ളത് ഗാക്പോ മാത്രമാണ്. ഇപ്പൊ ബാക്കിയുള്ളവർ എന്താ ചെയ്യുന്നതെന്ന് പല സമയത്ത് മനസ്സിലാകുന്നില്ല. ഇതില് വേറെ കാര്യങ്ങളുണ്ട്. എനിക്ക് കഴിഞ്ഞ പ്രീമിയർ ലീഗ് മാച്ചില് ഞാൻ ശ്രദ്ധിച്ച ഒരു സംഭവമാണ്. മറ്റേ ഇസാക്ക് കളിക്കുന്ന സമയത്ത് ഇസാക്ക് ലെഫ്റ്റിൽ നിന്ന് ഗാക്പോന് പെനാൽറ്റി ബോക്സിന്റെ ഉള്ളിലേക്ക് ഒരു പാസ് ഇട്ട് കൊടുത്തിട്ട് ഇവൻ പെനാൽറ്റി സ്പോട്ടിന്റെ സൈഡിലേക്ക് ഇങ്ങനെ റൺ മേക്ക് ചെയ്യുന്നുണ്ട്. ഇസാക്ക് കൈ കാണിച്ചുകൊണ്ട് തന്നെ ഓടണേ, ഇങ്ങോട്ട് തിരിച്ചിട്. അപ്പൊ ഡിഫിക്കൽട്ട് ആംഗിളിൽ നിന്ന് കറങ്ങിയൊക്കെ ഷൂട്ട് ചെയ്യാൻ നോക്കാം. അവന്റെ പിന്നിലാണെങ്കിൽ 2 ഡിഫൻഡേഴ്സ് നിൽക്കാണ്, അവരുടെ മേത്തേക്ക് ഇട്ട് അടിക്കണം. വല്ല കാര്യമുണ്ടോ? ഇതാ പറഞ്ഞേ, ബോണ്ടിങ് ഇല്ല. പ്ലേയേഴ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇസാക്കിന് ചോദിക്കാനും പറ്റില്ല ഇപ്പൊ, കാരണം അവൻ ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ, ഇന്നലെ വന്ന പയ്യന. ആ രീതിയിലാണ് കാര്യങ്ങള്. ഇതൊക്കെയാണ് നമുക്ക് വെറുപ്പ് വരണേ. കളിക്കുന്നുണ്ട്, ഗോൾ അടിക്കുന്നുണ്ട്, പക്ഷെ ഗോൾ അടിച്ചിട്ട് മാത്രം കാര്യമില്ല, ബാക്കിയുള്ളവരെ കളിയിലേക്ക് കൊണ്ടുപോവാ. അല്ലാതെ അവനെന്താ 10 പേര് വെച്ച് കളിക്കാനാണോ കളിക്കണേ? ഒരാളും കൂടി ഉണ്ട് നമ്മുടെ യൂസ് നമ്മള് ഡിസ്കസ് ചെയ്യണം ലൈനപ്പിന്റെ. എനിക്കിവിടെ ഒരു പൊസിഷൻ നമ്മളിപ്പോ പറഞ്ഞ ചെർക്കസിന്റെ പൊസിഷൻ, അവിടെ റോബർട്ട്സൺ സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അടുത്ത മാച്ചിൽ. അതാണ് ഒരു ചേഞ്ച് വരാനുള്ള സാധ്യത ഉള്ളത്. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ ഇസാക്ക് ഗാക്പോ സല, മിഡ്ഫീൽഡ് ജോൺസ്, നമ്മുടെ ഗ്രാവൻബർച്ച്, മെക്കാലിസ്റ്റർ അല്ലാണ്ട് വേറെ ആരും ഡിസ്കസ് ചെയ്യാൻ മാത്രം ഓപ്ഷൻ ഒന്നുമില്ല. എങ്ങനെയാണ് ഈ അവസ്ഥയിലെത്തിയത്? അത്
മെന്റലി നമ്മള് ഇപ്പൊ ഇത്തിരി കൂടിയും കൺവിൻസ്ഡ് ആയി തുടങ്ങി വേറെ ആരെയും കളിപ്പിക്കില്ല എന്നുള്ളത്. അതാണ്. അത് നല്ല കാര്യല്ലേ, നല്ല കാര്യമാണ്. അതെ, അതാണ് നമ്മൾ ഇത്തിരി കൂടി റിഫൈൻഡ് ആയി തുടങ്ങി. അതെ അതെ അതെ. നമുക്ക് ഇനിയിപ്പോ നമ്മള് നേരത്തെ പറഞ്ഞ പോലെ പ്രഡിക്ഷനും ഇപ്പൊ നമ്മള് ജയിക്കണ പോലെ പ്രഡിക്ട് ചെയ്ത് ഇപ്പൊ ഇനിയിപ്പോ നമ്മള് പതുക്കെ റിയലൈസ് ചെയ്ത് ഡ്രോ പ്രഡിക്ട് ചെയ്യാൻ തുടങ്ങും, തോക്കുന്ന പ്രഡിക്ട് ചെയ്യാൻ തുടങ്ങും അല്ലേ? കാര്യമായിട്ട് ചോദിക്കട്ടെ, ജയിക്കൂലേ ഈ വീക്കെൻഡ്? ഓ, വലിയ പ്രതീക്ഷ ഞാൻ കഴിഞ്ഞ ആഴ്ച ഡ്രോ പ്രഡിക്ട് ചെയ്തേ. ഇല്ല, ഈ Draw മാച്ച് നമ്മൾ ഒന്നുമില്ല. ജയിക്കും. ഡ്രോ തോക്കും, നമ്മള് തോക്കും. ഈ മാച്ച് നോക്കിക്കോ, നമ്മള് ജയിക്കും. നമ്മള് നൈസായിട്ട് കളിച്ച് ഡിഫൻസ് കുറച്ചുകൂടി ശ്രദ്ധിക്കും. ഡിഫൻസ് ശ്രദ്ധിച്ച് നമ്മള് ഒരു 0-1, വലിയ സ്കോർ ഒന്നും ഞാൻ പറയില്ല, 0-1 സ്കോർ. ഈ ആഴ്ച നമുക്ക് പോസിറ്റിവിറ്റി കുറയ്ക്കണ്ട. ഈ ആഴ്ച ഇസാക്ക് റിസൾട്ട് എനിക്ക് അറിയണ്ട, ഇസാക്ക് ഒരു ഗോൾ അടിക്കും. കാലം വിൽസൺ ഗോൾ അടിക്കുക. എനിവേ, നമുക്ക് വെറുതെ ഇങ്ങനെ പറഞ്ഞോണ്ട് മോശമല്ലേ, നമ്മുടെ ക്ലബ്ബല്ല, ആൾക്കാർ കാണുന്നല്ല. നമുക്ക് ചെൽസി ആർസണൽ മാച്ചിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് നമുക്കിതങ്ങ് അവസാനിപ്പിക്കും. എന്താണ് ചെൽസി ആർസണൽ? ഐ തിങ്ക് ആർസണലിന്റെ ഒരു ലാസ്റ്റ് ബിഗ് ചാലഞ്ച് ആണ് ശരിക്കും ഈ മാച്ച്. They have passed every challenge has been thrown so far. They lost to us. അതിപ്പം എങ്ങനെയാണ് ആ സമയത്തുള്ള നമ്മുടെ ഇതാണ് സോപ്പോസിലായിട്ട് ഫ്രീ കിക്ക് വെച്ച്. But as a whole for this season, I think if they beat Chelsea ആയിട്ടുള്ള gap also will become like 7 points, 9 points, 6 or 9 points and all, and that is the healthiest lead I think any club has had in Premier League in a long time. അപ്പോ അവയാണ് നമ്മുടെ ചെൽസിക്ക്, സോറി ആർസണൽ, ചെൽസിയുടെ ഗ്രൗണ്ടാണ്. ഡു യു എക്സ്പെക്ട് again an Arsenal victory, or will it be Chelsea surprising us this season, or will it be ആർസണൽ ജയിക്കും. മാത്രമല്ല അതൊരു ചലഞ്ച് പോലെ ആയിരിക്കില്ല, ആ മാച്ച് ഒരു ചലഞ്ച് പോലെ ആയിരിക്കില്ല. ആർസണൽ കൺവിൻസിംഗ് ആയിട്ട് ജയിക്കും, കൺവിൻസിംഗ് വിൻ ആയിരിക്കും ആർസണലിന്റെ. ഞാൻ ആക്ച്വലി അത് റൂൾ ഔട്ട് ചെയ്യുന്നില്ല ചെൽസിയുടെ ഒരു കാര്യം. നമ്മളിപ്പോ ഇത്തിരി കൂടി പിന്നിലേക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ക്ലബ് വേൾഡ് കപ്പ് ഇല്ലേ, അതൊക്കെ ലേറ്റ് ആയിട്ട് കഴിഞ്ഞ് അവർക്ക് സ്റ്റാർട്ടിങ് സീസൺ മറ്റേ ഇഞ്ചുറി ഇഷ്യൂസ്, ഫാറ്റിക് ഇഷ്യൂസ്, പ്രീ സീസൺ ഇല്ലായ്മ, അതിൽ നിന്നൊക്കെ അവര് തിരിച്ചു വന്ന് കുറേശ്ശെ അവര് പഴയ ഒരു ഇതിലേക്ക് തിരിച്ചു വരികയാണോ, അതോ അത് കപ്പ് മാച്ചിൽ മാത്രമാണോ നമ്മള് ഡിസ്കസ് ചെയ്യാറുള്ള പോലെ, അതോ പ്രീമിയർ ലീഗിലേക്ക് അത് കൊണ്ടുവരുമോ, ആഴ്സണലിനെതിരെ അത് ഒരു ചലഞ്ച് ഇടുമോ എന്നുള്ളതൊക്കെയാണ് എനിക്ക് ഇത്തിരി കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട്. I think it'll be a tough game for Arsenal. I don't think they may lose, but അത് ഒരു നല്ല ചാലഞ്ച് ആയിരിക്കും. കാരണം ചെൽസി ഓൺ ദിയർ ഡേ ആർ വെരി വെരി ഗുഡ്. ഓൺ ദിയർ ഡേ ഓക്കെ, അവരുടെ ഇൻകൺസിസ്റ്റൻസി ഉണ്ട്. They are not ready to be Premier League winners, and we actually saw how difficult it is to be a Premier League winner form. But I think Chelsea will have a say in the game. ഇതില് എന്താ വെച്ചാൽ ആർസണൽ ഹാസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് ഓഫ് ഓൾ ടീംസ് ഇസ് സെറ്റ് പീസ്. ആ സെറ്റ് പീസ് നള്ളിഫൈ ചെയ്യുന്ന ടീംസിനെതിരെ മാത്രമേ ആർസണൽ സ്ട്രഗിൾ ആവുന്നുള്ളൂ. അല്ലാതെ സോ കോൾഡ് ബിഗ് ടീംസ് ആകുമ്പോൾ ആർസണൽ ഇസ് നോട്ട് സ്ട്രഗ്ലിംഗ്. They can play well with more or less anybody because they know that ഒരു സെറ്റ് പീസ് എവിടെയെങ്കിലും എനിക്ക് കിട്ടും, ആ കിട്ടിയ ഞാൻ ഗോൾ അടിക്കും. ആ ഒരു കോൺഫിഡൻസ് അവർക്കുണ്ട്. ആ ഒരു എന്താ പറയാ, ആ ഒരു ത്രെറ്റ് ബാക്കിയുള്ളവർക്കും ഉണ്ട്. സോ ചെൽസി ഓൺ ദ ബോൾ ഇപ്പം എന്താ പറയാ, ഇവര് കളിച്ചിട്ട് ബാർസലോണ കളിച്ച പോലെ ഇഫ് ദേ സ്റ്റാർട്ട് പ്ലേയിങ് ഫുട്ബോൾ, എക്സ്പാൻസീവ് ഫുട്ബോൾ, ചെൽസി മൈറ്റ് വിൻ. പക്ഷെ ആർസണൽ കളിക്കാൻ ചാൻസ് ഇല്ല. അവർക്ക് ഇറ്റ്സ് എ റിസൾട്ട്, റൈറ്റ്? അവരെങ്ങനെയെങ്കിലും ഒരു സെറ്റ് പീസ് എവിടെയെങ്കിലും ഉണ്ടാക്കാൻ നോക്കും, മേ ബി സ്കോർ 1. ആ ഫസ്റ്റ് ഗോൾ കിട്ടിക്കഴിഞ്ഞാൽ ആർസണൽ then can dominate anyone. They have that advantage, right? അവർക്കറിയാം, okay, if I get another set piece I can even score more. So our sort of ഒരു cockiness ഉണ്ട് അവർക്ക് പോസിറ്റീവ്ലി. They are at the moment, അവർക്ക് ആ ഒരു മൊമെന്റം ഉണ്ട്. They will probably win as well. Okay, but
വേറെ മാച്ച് ഐ തിങ്ക് വി ഹാവ് പാലസ് വേഴ്സസ് യുണൈറ്റഡ്. അത് സ്വരൂപ് ഞാൻ വിട്ടുകൊടുക്കുന്നു. സ്വരൂപ് എന്താ അവസ്ഥ? പാലസ് അടിക്കും. ഈ സീസൺ ഒരു സാധനം ഞാൻ പറയട്ടെ, apart from Arsenal, every big team has been bad. We have been the worst, but ഇല്ലല്ല. എല്ലായിടത്തും മാത്രല്ല എല്ലായിടത്തും. It's a good thing for a neutral actually. Okay, സ്വരൂപ് പാലസ് ജയിക്കുന്ന പറയുന്നത്. സുദീപ് എന്താ പറയുന്നു? പാലസ് ജയിക്കും. പാലസ് ഞാൻ എന്റെ FPL പാലസിന്റെ എപ്പോഴും ഇപ്പൊ 3 പ്ലേയേഴ്സ് സ്ഥിരമായിട്ടുണ്ട്. മറ്റേറ്റ സാർ മുനിയോസ്. അപ്പൊ അത് കാരണം പാലസിന്റെ അങ്ങനെ ബാക്ക് ചെയ്തിട്ടാണ് ഞാനത് വെച്ചേക്കും. പാലസ് എന്തായാലും ജയിക്കും. അവര് എങ്ങനെയെങ്കിലൊക്കെ ഗോളടിക്കും. മറ്റേറ്റ ഗോളടിക്കല്ലേ, അത് മാത്രമേ ഒരു പ്രശ്നമുള്ളൂ. എന്നാലും യുണൈറ്റഡിന്റെ അടുത്ത് ഗോൾ വരാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കണ്ടിട്ടുണ്ട്. വേറെ ഗെയിംസ് കാര്യമായിട്ട് ഒന്നുമില്ല. എവർട്ടൺ ന്യൂകാസിൽ ഉള്ളത്. ഐ തിങ്ക് എവർട്ടൺ വിൽ പ്രോബ്ലി ഗെറ്റ് റിസൾട്ട് ദാർ ഓൾസോ. ന്യൂകാസിൽ ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗ് ജയിക്കുന്നുണ്ടായിരുന്നു, അതും പോയി. ഇനി പ്രീമിയർ ലീഗിൽ വന്നിട്ട് അവേ അറ്റ് എവർട്ടൺ, ന്യൂകാസിൽ മേ സ്ട്രഗിൾ. സിറ്റി വേഴ്സസ് ലീഡ്സ് ഐ എക്സ്പെക്ട് അഗൈൻ ഹാലൻഡ് ടു ഡു ഹിസ് തിങ്. എനിവേ എന്താ എനിവേ തിങ്സ് ആർ extremely bad for us, but we are not so far away from European places even now, and I think that is a positive. ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് സ്വരൂപിനെ ഉറങ്ങാൻ വിടാം. വേറൊന്നല്ല, നമ്മളാ ഇറ്റാലിയൻ ലീഗിന്റെ ഒരു രസമുള്ള ഒരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ടല്ലോ. അതില് മിലാൻ, AC മിലാന്റെ ഒരു ലാസിയോ ആയിട്ടുള്ള മാച്ചാണ് വരാൻ പോകുന്നതെന്ന് തോന്നുന്നുണ്ട്. അത് തന്നെ ഭയങ്കര എക്സൈറ്റിംഗ്. അതുപോലെ കോമോന്റെ മാച്ചിനെ കുറിച്ച് നമ്മള് കഴിഞ്ഞ ദിവസം ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തു. ഫാബ്രിഗസിന്റെ ഒരു ഇൻഫ്ലുവൻസും സ്റ്റൈലും ഒക്കെ. അവര് കഴിഞ്ഞ മാച്ചിൽ നല്ല സ്കോറിന് ജയിക്കുകയും ചെയ്യും. നമ്മള് ലൈവ് പോണതിന്റെ ഇടയിൽ കഴിഞ്ഞ റെക്കോർഡ് ചെയ്യണതിന്റെ ഇടയിൽ ആ മാച്ച് ഉണ്ടായിരുന്നത് 1-5 അവര് ജയിച്ചു ആ മാച്ച്. അത് ഇന്നും അവരും നല്ല രസമായിട്ട് കളിച്ചിട്ടുണ്ട്. നല്ല രസമുള്ള ഫോളോ ചെയ്യാൻ പറ്റിയ ഒരു ലീഗാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും അതായത് റോമ is leading with 27 points and 6th place Como are at 21 points. ബാക്കി 24 Bologna, Inter at 24, Napoli 25, Milan 25. Very nice. Juventus are at 20. 7 പോയിന്റ് വ്യത്യാസത്തിൽ എല്ലാവരും ഉണ്ട്. അതെ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കാണുന്നവർക്ക് ലീഗ് ഫോളോ ചെയ്യാൻ താല്പര്യം, നല്ല രസമുള്ള ലീഗാണ്. നമുക്ക് യൂട്യൂബിൽ നോക്കി കഴിഞ്ഞാൽ വേണമെങ്കിൽ എക്സ്റ്റെൻഡഡ് ഹൈലൈറ്റ്സ് ഉണ്ട് എല്ലാ മാച്ചിനും. നല്ല രസമുള്ള ഇതാണ്, ഫോളോ ചെയ്യാൻ പറ്റിയതാണ്. വേറെ ഒന്നും ആഡ് ചെയ്യാനില്ല. നമുക്ക് എന്തായാലും നിങ്ങളെല്ലാരും ഇത് ഷോ കാണുന്നതിൽ ഭയങ്കര സന്തോഷം. നിങ്ങളെ കമന്റ്സ് ഒക്കെ നമ്മൾ വായിക്കാറൊക്കെ ഉണ്ട്. നമ്മള് കമന്റ്സ് ലൈക്ക് ചെയ്യാറുണ്ട്. പലരും അതിൽ കമന്റ്സ് ചെയ്യാറുണ്ട്. അതൊക്കെ നല്ല രസമാണ്, നമ്മളെ എൻഗേജിംഗ് ആണ്. അതാണ് ഞങ്ങള് ഇന്ന് ഇത്തിരി കോട്ട് ചെയ്ത് ചില കമന്റ്സ് ഒക്കെ കോട്ട് ചെയ്ത്. ഇനി ഫ്യൂച്ചറിൽ നമ്മൾ കമന്റ്സ് ഒക്കെ കോട്ട് ചെയ്യും. നിങ്ങള് അത് ഫോളോ ചെയ്യും. സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവര് സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ്സ് ഇടുക, ഇതിന്റെ ഭാഗമാവുക, തീറഡ്സിന്റെ ഭാഗമാവുക. അതാണ് പറയാനുള്ളത്. അടുത്ത ഷോ ആകുമ്പോഴേക്കും മാനേജർ സ്ലോട്ട് തന്നെ ആയിരിക്കും. നമുക്ക് വെയിറ്റ് ചെയ്ത്. അതെ, അടുത്ത ഷോ ഇത്ര ശോകം ആവില്ല എന്ന് നമുക്ക് വിചാരിക്കാം. അതിലവസാനിപ്പിക്കാം. Yes. അപ്പോ യെസ്, ബൈ ബൈ.